മൂത്ത മോനെ കൊണ്ടാക്കി വരുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. നായ ഓടി വന്നങ്ങാണ്ട് മേത്ത് കണ്ട് കയറി കടിച്ച്. ഓടി ചെന്ന് കസാര എടുത്ത് പൊട്ടിയൊരു കസാര ഉണ്ട്, അത് എടുത്തും കഴിഞ്ഞിട്ട് അടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ നിൻ്റെ നേരത്തിൽ ചാടി. വെട്ടം പഞ്ചായത്തിലെ കാനൂരിൽ ഇന്ന് രാവിലെയാണ് തെരുവുനായ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. പരിസര പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്നുള്ളത് പലതവണ പരാതി കൊടുത്തത്, പക്ഷേ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ കടിയേറ്റ ഗോപാലൻ ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്. ഒച്ചപ്പാട് കേട്ടത് അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത് കോയിനെ കടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓടി ചെന്ന് കസാര എടുത്ത് പൊട്ടിയൊരു കസാര ഉണ്ട്, അത് എടുത്തും കഴിഞ്ഞിട്ട് അടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ നിൻ്റെ നേരത്തിൽ ചാടി. ചാടിയപ്പോൾ കൈയോട് തട്ടി ആ വീഴ്ച വന്ന് വീണ് കടിച്ച്. പിന്നെ ഒരു ചെറിയ നായക്കുട്ടുണ്ട് നമ്മളവിടെ, അത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതിനെയും കടിച്ച്. നമ്മുടെ അയൽവാസി ഒരു പോത്തിനെയും കടിച്ച്. അതിനോടുകൂടി എനിക്ക് ബുദ്ധായി പിടിച്ചു. അപ്പോൾ ഇതിന് മോൻ വന്ന് ഇത് കാല് പിന്നെ സോപ്പിട്ട് കഴുകി നേരെ തിരൂർ ആശുപത്രി വന്നപ്പോൾ ആശുപത്രിയിലാണ്. ഈ മറ്റൊരാൾ കൂടി കടിയേറ്റിട്ടുണ്ട്, അത് ഇത്തക്കാണ്. തൻ്റെ കയ്യിൽ ആ സമയത്ത് ഒരു കൈക്കുഞ്ഞ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു അല്ലേ? എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? 6:30. മദ്രസയിലെ കുട്ടീനെ കൊണ്ടാക്കി വരികയായിരുന്നു. മൂത്ത മോനെ കൊണ്ടാക്കി വരുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. നായ ഓടി വന്നങ്ങാണ്ട് മേത്ത് കണ്ട് കയറി കടിച്ച്. കാലിനെ പരിക്കുള്ളത്? കാലിനെ തുടക്കാണ്. കുട്ടി കയ്യിലുള്ളപ്പോൾ എങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ഞാൻ വേഗം കുട്ടീനെ ആ സൈഡിൽ നിന്ന് കുട്ടീനെ ഇപ്പുറത്തെ കയ്യിലേക്ക് മാറ്റിങ്ങാണ്ട് ഇങ്ങോട്ട് വേണ്ട മാറ്റി. അപ്പോഴത്തേന് ഡ്രസ്സ് ഫുള്ള് കീറി. അപ്പോഴത്തേന് തടഞ്ഞ് വീണ്ടും വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് വേഗം ഇങ്ങോട്ട് മാറി നിന്നപ്പോഴേ അങ്ങനെയായിട്ട് രക്ഷപ്പെട്ടതാണ്. ഈ പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ്. പോലെ ഉണ്ട്, ഒരുപാട് നായ്ക്കളുണ്ട്. പിന്നെ നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ മുന്നാരത്തൊക്കെ വന്ന് കിടക്കും, വീട്ടിനോട് ചാരി കിടക്കും, നമ്മളെടുത്ത് ആട്ടും. നമ്മളെ വലിയവരെ നേരക്ക് തന്നെ ഈ പാഞ്ഞ് എത്തും. പിന്നെ കുട്ടികളുടെ അവസ്ഥ നമുക്ക് പറയണ്ടല്ലോ. നമ്മളെ പ്രദേശത്ത് സ്കൂളുകളുണ്ട്, സ്കൂളിൽ പിഞ്ചു കുട്ടികൾ നടന്നു പോകുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അവർക്കൊക്കെ വലിയൊരു ശല്യമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്. അപ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കണമെന്നാണ് നമുക്ക് അറിയിക്കാറുള്ളത്. ഈ പരാതികൾ കൊടുത്തിട്ടും നടപടി ഒന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ആശങ്ക അല്ലേ? കാരണം വെച്ചാൽ നമ്മുടെ ഏരിയയിൽ പുഴ ആയതുകൊണ്ട് ഫുഡ് വേസ്റ്റ് ഒക്കെ അവിടെ ആൾക്കാർ കൊടുന്നിടും. അപ്പോൾ അത് കഴിക്കാൻ നായ്ക്കൾ വരുന്നതുകൊണ്ട് പിന്നെ ഈ തെരുവുനായൻ്റെ ശല്യം കൂടാനുള്ള കാരണം അതാണ്. അപ്പോൾ അതിനെതിരെ ഒരു നടപടി എടുക്കണമെന്നാണ് നമ്മൾ പഞ്ചായത്തിൽ എല്ലായിടത്തും പറയുന്നത്. പക്ഷേ പഞ്ചായത്ത് അധികൃതർ നടപടി എടുക്കാത്തതിൽ നമുക്ക് പ്രതിഷേധിക്കാനേ പറ്റുള്ളൂ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്കൂളും ഉണ്ട്, മദ്രസ ഉണ്ട്. അപ്പോൾ ഈ മദ്രസയ്ക്ക് രാവിലെ കുട്ടികൾ പോകും, അത് കഴിഞ്ഞ് ഒരു 9:30 ആകുമ്പോഴത്തേന് വീണ്ടും കുട്ടികൾ സ്കൂളിലേക്ക് വരും. അപ്പോൾ ഈ തെരുവ് നായ്ക്കൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും മാതാപിതാക്കൾക്ക് കുട്ടികളെ കൊണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ നടന്നു പോകുന്ന കുട്ടികൾ ഇനിയിപ്പോൾ അത് സ്കൂൾ വിട്ട് വരുമ്പോഴായാലും ആൾക്കാരെ ശ്രദ്ധയപ്പെടില്ല. അപ്പോൾ ഇതിന് മുന്നേ വട്ടത്ത് ഇതേമാതിരി തെരുവുനായ ശല്യം ഉണ്ടായിട്ട് പരാതിയൊക്കെ പറഞ്ഞിരുന്നു. അന്നും നടപടി ഉണ്ടായിട്ടില്ല, എപ്പോഴും നടപടിയില്ല. ഇനി നടപടി വേണമെന്നാണ് നമ്മളെ ആവശ്യം. അതുതന്നെയാണ്. എന്തായാലും പലതവണ പരാതിപ്പെട്ടതാണ്, പക്ഷേ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യമെങ്കിലും പഞ്ചായത്ത് ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണണം. വേസ്റ്റ് പുഴയോര പ്രദേശമാണ്, അതുകൊണ്ട് വേസ്റ്റ് ഒരുപാട് കൊണ്ടുതള്ളുന്ന ഒരു പ്രവണത കൂടി ആ പ്രദേശത്ത് കാണുന്നുണ്ട്. അതിനെതിരെയും ഈ തെരുവുനായ വിഷയത്തിലും കർശന നടപടി സ്വീകരിക്കണമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷെഫീഖ് ഒർലായ്ക്കൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.